ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂളിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഇന്നെടുക്കുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് കാണാത്തവരാണെങ്കിൽ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ഓരോ ക്ലാസ്സുകളും ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ കാണാത്തവരാണെങ്കിൽ എന്തായാലും മിസ്സാക്കരുത്. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. ഓരോ ചെറിയ പോയിന്റ്സും, അതായത് നമ്മൾ ഈ പവർ ക്യാപ്സ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ചെറിയ പോയിന്റ്സും നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അത്ര ചെറിയ പോയിന്റ് ആണെന്ന് പറഞ്ഞ് ഒരു പോയിന്റും വിട്ട് കളയരുത്. ഓരോ പോയിന്റ്സും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പൊ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. പിന്നെ നമ്മുടെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിന്റെ സീരീസ് കാണാത്തവരാണെങ്കിൽ അതിന്റെയും പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സും കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ഇനിയുള്ള എക്സാമുകൾക്ക് വരുന്ന കൂടുതൽ ചോദ്യങ്ങളും ന്യൂ SCERTൽ നിന്നാവും. അപ്പൊ ന്യൂ SCERT കവർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം 5ാം ക്ലാസ്, പിന്നെ 6ാം ക്ലാസ്, 7ാം ക്ലാസ്, ആ ഒരു ഓർഡറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളൊരു കോഴ്സ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കും. അതായത് ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സ് മാത്രം കവർ ചെയ്യുന്ന ഒരു കോഴ്സ് നമ്മൾ തീർച്ചയായും സ്റ്റാർട്ട് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നമ്മൾ യൂട്യൂബിലും ടെലിഗ്രാമിലൊക്കെ കാര്യങ്ങൾ അറിയിക്കുക. പിന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലാണ് അറിയിക്കുക. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ ടെലിഗ്രാമിൽ പോയിട്ട് മിസ്റ്റർ എജുകാർട്ട് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. എജുകാർട്ടിന് K ആണ് കേട്ടോ, C അല്ല. എജുകാർട്ട്, മിസ്റ്റർ എജുകാർട്ട് എന്ന് സെർച്ച് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ചാനൽ കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി ജോയിൻ ചെയ്യുക. അപ്ഡേഷൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വാട്സ്ആപ്പ് ബാച്ചിന്റെ കാര്യം ഒരിക്കലും വൈകിപ്പിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യും അത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ എക്സാം എടുക്കുമ്പോൾ, അതായത് കമ്പനി ബോർഡ് LGSൽ നമുക്ക് ആദ്യം പ്രിലിംസ് ഉണ്ട്. അപ്പോൾ പ്രിലിംസ് ആദ്യം ക്രാക്ക് ചെയ്ത ശേഷം നമുക്ക് മെയിൻസിലേക്കുള്ള അടുത്ത സ്റ്റെപ്സ് ഒക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്ത് പോവുക. അതാകുമ്പോൾ നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്ത് മെയിൻസും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, പ്രിലിംസ് ആദ്യം ക്രാക്ക് ചെയ്യണ്ടേ, അപ്പോൾ പ്രിലിംസിന് ആദ്യം സെറ്റ് ആവണ്ടേ. അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങിയാൽ നമുക്ക് പ്രിലിംസ് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമിനോട് അടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതായത് എക്സാമിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ വിട്ട് കളയണം, എങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടാൽ വിട്ട് കളയണം, എന്തൊക്കെ വിട്ട് കളയരുത്, അങ്ങനെ എല്ലാ ടിപ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ മീറ്റിംഗിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ സെഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയും, നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചു തരും. അതിനൊക്കെ നമുക്ക് മീറ്റിംഗുകൾ വെക്കുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് വീക്ക് നമുക്ക് എന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട നിങ്ങൾക്ക് വേണ്ട ടിപ്സ് എല്ലാം പറഞ്ഞു തരും. പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് കുറച്ച് സ്റ്റഡി മെത്തേഡുകളും ഞാൻ ആദ്യം നമ്മുടെ ടോപ്പിക്സ് ഒന്ന് കഴിഞ്ഞാൽ, അതായത് സിലബസ് ഒന്ന് ഏകദേശം കവർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡി മെത്തേഡുകൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് എവിടെയൊക്കെ നിങ്ങൾക്ക് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ടോ ആ പഴുതുകളൊക്കെ നമ്മൾ അടച്ച് മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ഇനി വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാനല്ല, എന്തെങ്കിലും ഒരു ബേസിക് തൊട്ട് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മുടെ പവർ ക്യാപ്സ്യൂൾ അല്ല, ഹോട്ട് ടോപ്പിക്സിന്റെ സീരീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ നിങ്ങൾക്ക് 25 ക്ലാസ്സുകൾ ഒറ്റ പർച്ചേസിൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ലൈഫ് ടൈം ആണ്. അത് പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതൊരു എക്സാം വരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, ഏത് എക്സാമിനാണോ കയറുന്നത് അതുവരെയും നിങ്ങളുടെ കയ്യിൽ ആ സാധനം അവൈലബിൾ ആവും. ഓക്കെ, പിന്നെ അത് നമ്മൾ 2023 നമ്മളെ LGSന് വേണ്ടി ചെയ്തതാണ്. LGSന് വേണ്ടി ചെയ്ത ഹോട്ട് ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അത് തന്നെയാണ് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ്, നമ്മൾ 90-ലധികം ടോപ്പിക്കുകൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ, അതായത് ബേസ് ഒട്ടുള്ള ഇല്ലാത്തവരാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റിയൊരു കാര്യമാണ് ഹോട്ട് ടോപ്പിക്സ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഭാഗവും ഒന്ന് ടച്ച് ചെയ്ത് പോകും. എല്ലാ ഭാഗവും നിങ്ങൾ ടച്ച് ചെയ്ത് എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കും. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ അതും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ നന്ദിയുണ്ട്. കാരണം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടാണ് എനിക്ക് അത് കാണാൻ കഴിയുന്നതും, അതായത് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ലഭിക്കുന്നതും, അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ എടുക്കുന്നതും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കാരണമാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം.
അപ്പോൾ മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളൊക്കെ ചെറുതായിട്ടെങ്കിലും മൈൻഡിലാണെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യുക. അതായത് മൈൻഡിൽ റിവൈസ് ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലും അധികം ഇതിൽ ജോലിക്കിടയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, വീട്ടു ജോലിക്കിടയിലും അല്ലാത്ത ജോലികൾക്കിടയിലൊക്കെ പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് മൈൻഡിൽ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. നിങ്ങൾ എന്ത് ജോലിക്കിടയിലാണെങ്കിലും മൈൻഡിന് നമ്മുടെ PSCയുടെ വർക്ക് കൊടുക്കുക. ഓക്കെ, മൈൻഡിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അതിൽ ഏതാണോ കിട്ടാത്തത്, ഒരു ഡയറി എന്തെങ്കിലും എടുത്തിട്ട് ആ കിട്ടാത്ത ഭാഗങ്ങൾ ഏതാണ് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് മൈൻഡിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയയും കിട്ടുന്നില്ല, എന്തോ ഒന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ മാർക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചത് ഉണ്ടെങ്കിൽ അതൊന്ന് പോയിന്റ്സ് നോക്കി നോക്കുക. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടാത്തത് എല്ലാം ഒന്ന് മൈൻഡിൽ റിവൈസ് ചെയ്യുക. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടി റിവൈസ് ചെയ്യുക. ഓക്കെ, ആദ്യം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആദ്യം നമ്മൾ ഓർക്കുകയാണെങ്കിൽ പിന്നെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS ഓർക്കുക. അങ്ങനെ പിന്നെ ആദ്യത്തെ മന്ത്രിസഭ അങ്ങനെ മനസ്സിൽ വരും. അങ്ങനെ കണക്ട് ചെയ്ത് ഒന്നിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് ചാടി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു റിവിഷനും നടക്കും, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് പഠിക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ റിവിഷൻ ഒരിക്കലും കുറക്കരുത്. റിവിഷൻ പറ്റുന്നത്രയും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എന്തായാലും റിവിഷന് മാറ്റി വെക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഒരുപാട് സമയം പഠിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് റിവിഷൻ ചെയ്യുക. ഓക്കെ, മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യാൻ ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി വെക്കുക കേട്ടോ. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എന്തായാലും റിവിഷൻ ചെയ്യണം. അതിനാണ് നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ഞായറാഴ്ച ഒരു ദിവസം അവധിയായിട്ട് അന്ന് ഫുള്ള് നിങ്ങൾക്ക് അവധിയല്ല, അന്ന് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ദിവസമാണ്. പിന്നെ അന്ന് നിങ്ങൾക്ക് റിവിഷൻ എക്സാം ഉണ്ടാവും. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ മനസ്സിൽ റിവിഷൻ ചെയ്യുക. ഓക്കെ, മനസ്സിലായാലും ഇനി ജോലിക്കടയിലാണെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ള നെഗറ്റീവ് വേണ്ട. ഓക്കെ, ജോലിക്കടയിലാണെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദേശീയ പൈതൃക മൃഗം ആനയാണ്, നമ്മുടെ ദേശീയ മൃഗം കടുവയാണ്. കടുവക്ക് മുമ്പ് നമ്മുടെ ദേശീയ മൃഗം ഏതായിരുന്നു? അത് സിംഹമാണ്. അപ്പൊ നമ്മുടെ തലസ്ഥാനം ആദ്യം ഏതായിരുന്നു? തലസ്ഥാനം ആദ്യം കൊൽക്കത്ത, നിലവിൽ ഡൽഹിയാണ്. അങ്ങനെ ഓരോന്നും നമ്മുടെ അങ്ങനെ മനസ്സിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ വേറെന്തോ ഇപ്പൊ സിംഹം മാറിയിട്ട് നമ്മുടെ റോയൽ ബംഗാൾ കടുവയാണ് ഇപ്പൊ നമ്മുടെ ദേശീയ മൃഗം. അപ്പൊ അതുപോലെ തന്നെ എന്തോ ഒന്നുകൂടെ മാറിയിട്ടുണ്ടല്ലോ. എന്താണ്? നമ്മുടെ തലസ്ഥാനം ആദ്യം കൊൽക്കത്തയായിരുന്നു, പിന്നീട് 1911 അത് ഡൽഹിയായി മാറി. അങ്ങനെ ഓരോന്നും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. അപ്പൊ ആദ്യത്തെ കലാപം ഏതാ? സംഘടിത കലാപം എന്ന് പ്രത്യേകം പറഞ്ഞാലല്ലേ ആറ്റിങ്ങൽ കലാപം. അപ്പൊ ആദ്യത്തെ കലാപം ഏതാണ്? അത് അഞ്ചുതെങ്ങ് കലാപമാണ് അല്ലെ. 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ്. പിന്നെ ആറ്റിങ്ങൽ കലാപം പഠിച്ചു. പിന്നെ പഴശ്ശി കലാപങ്ങൾ. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? തലക്കൽ ചന്തുവാണ്. അപ്പൊ ആരാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്? അത് രാമൻ നമ്പിയാണ്. അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ചാടി ഒന്നിനെ കണക്ട് ചെയ്ത് മറ്റേത് ഇങ്ങനെ കൊണ്ടുവന്ന് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും. റിവിഷൻ ഒരിക്കലും കുറക്കരുത്. ഓക്കെ, റിവിഷൻ എത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റിവിഷൻ അധികമായ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റിവിഷൻ പറ്റുന്ന അത്രയും ചെയ്യാം. ഓക്കെ, ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും അല്ലേ. നമ്മൾ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും ഈ ജോലി നേടും, ഈ ജോലിയിൽ അതായത് ഈ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാവും, ആദ്യത്തെ റാങ്കുകളിൽ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും, ഇപ്രാവശ്യം ഈ ജോലി ഞാൻ എന്തായാലും നേടും എന്ന ഒരു നിശ്ചയം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ഉറപ്പ് നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പഠിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഓരോ സമയവും മാറ്റി വെക്കും. ഞാൻ പണിക്കിടയിലാണെങ്കിൽ എനിക്കൊരു ജോലി ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ പഠിക്കും, എനിക്ക് സമയം കിട്ടുന്നില്ല, ഇങ്ങനത്തെ നമുക്കുള്ള തട്ടുമുട്ട് കാരണങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതിന്റെ ഒക്കെ ഇടയിൽ നമ്മൾ കണ്ടെത്തുന്ന സമയമാണ്, ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടുകളാണ് നമുക്കുള്ള റിസൾട്ട് തരുന്നത്. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവും. അതിനാദ്യം എന്ത് വേണം? നിങ്ങളൊരു ദൃഢനിശ്ചയം എടുക്കണം, നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഞാനിത് എന്തായാലും നേടും, എനിക്ക് കിട്ടുമെന്ന് നോക്കട്ടെ, ഞാനൊന്ന് എഴുതി നോക്കാം. ആ പരിപാടിയല്ല, എനിക്കിത് എന്തായാലും കിട്ടും. ഈ ജോലിയിൽ അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ, ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 10 റാങ്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ 100 റാങ്കിന്റെ ഉള്ളിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. എപ്പോഴും 10 റാങ്കിന്റെ ഉള്ളിൽ വരാൻ വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കിന് വേണ്ടി പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോഴേ നിങ്ങൾ ലിസ്റ്റിൽ വരുള്ളൂ. അപ്പോൾ എന്ത് വേണം? ആദ്യം ഒരു തീരുമാനം വേണം. ജസ്റ്റ് ഒരു മനസ്സിൽ വെക്കല്ല, ഞാനൊന്ന് എഴുതി നോക്കട്ടെ, ചിലപ്പോൾ എനിക്ക് PSC കിട്ടിയാലോ. ഈ രീതിയിലല്ല, ഞാൻ എന്തായാലും ഇപ്രാവശ്യം ജോലിയിൽ കയറും. ഓക്കെ, ഞാൻ എൻ്റെ അപ്പോയിൻമെന്റ് ലെറ്റർ എൻ്റെ വീട്ടിൽ കാണിക്കും. അതിനെപ്പറ്റി ചിന്തിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് വരാണ്ട്, ആ റിസൾട്ടിനെ പറ്റി എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു വിചാരം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യും, അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. അതിനെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾ ഈ അപ്പോയിൻമെന്റ് ലെറ്റർ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതും ആദ്യത്തെ ശമ്പളം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നതും ഒരുപാട് ആളുകളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കുന്നത് ഇപ്പോൾ പലരും പുച്ഛിക്കുന്നുണ്ടാവും, പലരും നിങ്ങളെ താഴ്ത്തി പറയുന്നുണ്ടാവും, നീയൊക്കെ പഠിച്ചാൽ കിട്ടുമോ. ഈ രീതിയിലുള്ള പലതും എന്തായാലും ഈ ഫീൽഡിൽ കേൾക്കേണ്ടി വരും. അത് കേൾക്കണം, അതങ്ങനെ വിട്ടുകളയാ. അല്ലാതെ അതിനവിടെ മറുപടി കൊടുത്തു, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ ഇത്ര സമയം പഠിക്കുന്നുണ്ട്, എനിക്ക് ഒരു ദിവസം കിട്ടും, അങ്ങനെയല്ല. ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടണം, അത് എത്രയും പെട്ടെന്നാവണം. അതാവണം നിങ്ങളുടെ റിസൾട്ട്, അതാവണം നിങ്ങളുടെ മറുപടി. അല്ലാതെ മറുപടി കൊടുത്ത് സമയം കളയാൻ നിൽക്കരുത്. അവിടെ പറയുന്നവർ പറഞ്ഞോട്ടെ, അവർക്ക് ആ സമയം ഒരു സുഖം കിട്ടും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊരു സുഖം കിട്ടും, അത് അവർക്ക് സുഖം കിട്ടിപ്പോട്ടെ. ഇനി അവർക്ക് ആ കിട്ടിയ സുഖത്തിനൊക്കെ താഴ്ത്തി കെട്ടി അതിന്റെ മേലെ ഒന്ന് ചവിട്ടി നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരണം, നിങ്ങൾ ജോലി നേടണം. ഓക്കെ, ഇപ്രാവശ്യം എന്തായാലും ലിസ്റ്റിൽ വരുമെന്നതല്ല, ലിസ്റ്റിൽ ബാക്കിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടാൻ അത്രയും സാധ്യത കുറവാണ്. അപ്പോൾ ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ മാക്സിമം നിങ്ങൾ അവിടെ കൊടുക്കണം. മാക്സിമം എഫേർട്ട് നിങ്ങൾ അവിടെ ഇട്ടാലേ നിങ്ങൾക്ക് നല്ലൊരു
റാങ്ക് നേടാൻ കഴിയുള്ളൂ. ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം എഫേർട്ട് അവിടെ ഇടണം. അപ്പോൾ ഈ സമയം കിട്ടുന്നില്ല, എനിക്കതിനുള്ള സാഹചര്യം ഇല്ല, ഈ രീതിയിലുള്ള തട്ടുമുട്ട് ന്യായങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വേണ്ട. അതായത് സത്യമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കുന്നതാണ് സമയം, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ജീവിതത്തിൽ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങളിലേക്ക് സമയം കൊടുക്കുന്നോ, നിങ്ങൾ ഈ PSC ക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ഈ പഠനത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ സമയം കൊടുക്കുന്നോ അതാണ് നിങ്ങൾക്ക് വരുന്ന റിസൾട്ട്. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, എവിടെ കൊടുക്കണം, ഏത് രീതിയിൽ ഞാൻ സമയം കൊടുക്കണം, അതായത് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്കേ അറിയുള്ളൂ. ഞാൻ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈ സാഹചര്യങ്ങൾക്ക് ഇടയിൽ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഇതിപ്പോൾ വീട്ടുജോലിക്കിടയിലാവും, ആ സമയത്ത് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് പഠിക്കുക. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോലിക്കിടയിലാവും, ആ സമയത്ത് ഹെഡ്സെറ്റ് വെച്ച് പഠിക്കാൻ പറ്റില്ലെങ്കിൽ മൈൻഡിൽ റിവൈസ് ചെയ്യുക. ഓക്കെ, മൈൻഡ് വർക്ക് നടക്കുകയാണെങ്കിൽ ബാക്കി സമയം, അതായത് വീട്ടിൽ വന്നിട്ട് കുറച്ച് സമയമെങ്കിലും റെസ്റ്റ് എടുക്കാൻ കിട്ടും. ആ റെസ്റ്റിൽ 6 മണിക്കൂറോ 7 മണിക്കൂറോ റെസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ച് പഠിക്കുക. പഠിക്കുന്ന സമയം മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ പഠിക്കുക. അല്ലാതെ വെറുതെ വാരി വലിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് വായിച്ചിട്ടല്ല, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയും. ഓക്കെ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചാൽ എനിക്ക് റാങ്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയും. ഇനി അതല്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ അതിനുള്ള റെസ്പോൺസ് തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ ഓരോ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പഠിച്ചാൽ ശരിയാവും, അങ്ങനെ എന്തൊക്കെ ഡൗട്ട്സ് എനിക്ക് വരുന്നുണ്ടോ ഞാൻ അത്രയും റെസ്പോണ്ട് ചെയ്യും. ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ പഠനം മാറ്റണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ബാച്ചിലുള്ളവർക്കാണെങ്കിൽ അതെന്തായാലും ഓരോരുത്തർക്കും വേണ്ടി ഞാൻ എന്തായാലും അവസാനം സ്റ്റഡി മെത്തേഡ്സ് പറഞ്ഞു തരും. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും അതൊന്നും വിഷയമല്ല, ബാച്ചിന്റെ കാര്യമൊക്കെ അവിടെ വിട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ചിലപ്പോൾ മെസ്സേജ് കാണാൻ ഞാൻ ചിലപ്പോൾ കുറച്ച് വൈകും, അപ്പോൾ ഒന്നും കൂടെ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ പെടും. ചിലപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നത് പോയിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകണം. അത് ഞാനിപ്പോൾ എങ്ങനെ ചോദിക്കാം അങ്ങനെയൊന്നും വിചാരിച്ച് മടി പിടിച്ചിരിക്കരുത്. ഓക്കെ, നിങ്ങൾ മടി പിടിച്ചിരുന്നത് നിങ്ങളുടെ റിസൾട്ടാണ് താഴ്ന്നു പോകുന്നത്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇതിൽ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പലരും ചിലപ്പോൾ ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ടാവും, അതിലൊക്കെ എന്തോ ഒരു ഫോൾട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ആ ഫോൾട്ടിനെ മാറ്റാൻ ശ്രമിക്കുക, ആ ഫോൾട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ നല്ല സമയം കിട്ടുന്ന സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരുപാട് സമയം ഒരു ദിവസം 8 മണിക്കൂർ പഠിക്കണം, 10 മണിക്കൂർ പഠിക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര സമയമാണോ അതാണ് നിങ്ങളുടെ സമയം. അതിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കാരണം നിങ്ങൾ ആ കിട്ടുന്ന സമയം വെച്ച് എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ എത്തണം എന്നുള്ളത് നിങ്ങൾക്കറിയും. അപ്പോൾ അതിന് പറ്റുന്നത്രയും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പഠിച്ച് എന്തായാലും ജോലി വാങ്ങുക. ഓക്കെ, ജസ്റ്റ് എക്സാം എഴുതിയിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഉണ്ട് എന്ന് പറയല്ല, എന്തായാലും ജോലി വാങ്ങണം. ജോലിയിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവണം. ആദ്യത്തെ 10 റാങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രാർത്ഥിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, പോസിറ്റീവ് എനർജിയോടെ കൂടെ പഠിക്കുക കേട്ടോ. അല്ലാതെ നെഗറ്റീവ് മൈൻഡ് വെച്ച് എനിക്ക് കിട്ടുമോ, എനിക്കൊക്കെ അത് സാധിക്കുമോ, ഈ രീതിയിലല്ല. എനിക്കിത് കിട്ടും, എനിക്കിത് എന്തായാലും സാധിക്കും, ആ ഒരു ഉറപ്പ് നിങ്ങൾ ആദ്യം കൊടുക്കുക. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ദൃഢനിശ്ചയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ എന്താ നിങ്ങൾക്ക് നേടാൻ, പിന്നെ എന്താ പണിയുള്ളത്? പിന്നെ നിങ്ങൾ വഴികളൊക്കെ നിങ്ങൾ കണ്ടെത്തും. ഓക്കെ, ലക്ഷ്യമാണ് മാർഗത്തെ. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ലക്ഷ്യം വെക്കുക, പിന്നെ മാർഗങ്ങളൊക്കെ അങ്ങോട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് ഇന്ന് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നോക്കാം. ടെൻഷൻ ആവണ്ട, അപ്പോൾ തന്നെ ഇവിടുന്ന് തന്നെ ഞാൻ എന്തായാലും പഠിപ്പിച്ചുകൂടാ. ഇവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ LGS പോലത്തെ എക്സാമുകൾക്കൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു സാധനമാണ് ഈ സാധനം. ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാ? അത് നമ്മൾ പലർക്കും അറിയില്ലേ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ നമുക്കറിയാം, അത് EMS നമ്പൂതിരിപ്പാടാണ് അല്ലേ. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി. ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് ആദ്യ മുഖ്യമന്ത്രി. ഈ EMSുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട് അല്ലേ. എപ്പോഴും വരുന്ന വേറൊരു ചോദ്യം എന്താ? 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരാറുണ്ട്. ആരുടെയാണ്? 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. ഓക്കെ, പിന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ അതായത് കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര ആദ്യത്തെ മുഖ്യമന്ത്രി, കോൺഗ്രസിലല്ലാത്ത ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? EMS ആണ് അല്ലെ. കമ്മ്യൂണിസ്റ്റ് അല്ലേ. EMS കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ചോദിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്നല്ലാത്ത ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് ആര്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റവന്യൂ എക്സൈസ് കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? KR ഗൗരിയമ്മ. അതെന്തിനാ ഞാൻ രണ്ടാമത് കൊടുത്തെന്ന് അറിയാം, അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു വനിതയാണ് ആര്? KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ കൈകാര്യം ചെയ്തത് റവന്യൂ എക്സൈസ് ആണ്. ഏതൊക്കെയാണ്?
റവന്യൂ, എക്സൈസ് എന്നിവയാണ് KR ഗൗരിയമ്മ കൈകാര്യം ചെയ്തത്. മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. റവന്യൂ, എക്സൈസ് ആരാണ്? KR ഗൗരിയമ്മ. റവന്യൂ, എക്സൈസ് KR ഗൗരിയമ്മ. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. എപ്പോഴും ചോദ്യം വരും. ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത്. റിപ്പീറ്റ് ചെയ്താലോ? ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. പിന്നെ റവന്യൂ, എക്സൈസ് കൈകാര്യം ചെയ്തത് ആദ്യ വനിതാ മന്ത്രി അല്ലെ? ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? KR ഗൗരിയമ്മ. ആരാണ്? KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ കൈകാര്യം ചെയ്ത വകുപ്പുകൾ റവന്യൂ, എക്സൈസ് എന്നിവയാണ്. ഏതൊക്കെയാണ്? റവന്യൂ, എക്സൈസ്. റവന്യൂ, എക്സൈസ് കൈകാര്യം ചെയ്തത് ആരാണ്? KR ഗൗരിയമ്മ. വിദ്യാഭ്യാസം, സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസം, സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. പിന്നെ ഭക്ഷ്യം, വനം ആരാണ്? KC ജോർജ് ആണ്. KC ജോർജ്. ഏതൊക്കെയാണ്? ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് KC ജോർജ് ആണ്. ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് ആരാണ്? KC ജോർജ് ആണ്. ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് ആരാണ്? KC ജോർജ്. അപ്പൊ പറയും ആരാണ് ആദ്യത്തെ മുഖ്യമന്ത്രി? നിങ്ങൾ കൂടെ പറഞ്ഞു പഠിച്ചു പോയിക്കോ. ഞാൻ അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കും. കൂടെ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ കൂടെ പറയാനൊക്കെ ശ്രമിക്കും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണ്ടേ. അപ്പോൾ പറ്റുന്നത്രയും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകും. ജസ്റ്റ് ഞാൻ ക്ലാസ് കേൾക്കുന്നുണ്ട്, അതൊക്കെ മനസ്സിനൊരു ബോധിപ്പിക്കലാണ്. ഞാൻ ക്ലാസ് കേൾക്കുന്നുണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയം. ആ ക്ലാസ്സിന് വേണ്ട എഫേർട്ട് നിങ്ങൾ ഇടുന്നുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതായത് ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നുണ്ടോ? ജസ്റ്റ് കേൾക്കാനല്ലല്ലോ. ഞാൻ ഇവിടുന്ന് മാക്സിമം പഠിപ്പിച്ച് വിടുന്നുണ്ട്. പക്ഷെ അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൂടുതൽ ക്ലാസ്സുകളിൽ ഇങ്ങനെ പറഞ്ഞു പോകാറാണ്. ഓരോ പോയിന്റ്സും ഇങ്ങനെ പറഞ്ഞു പോകും. അങ്ങനത്തെ പറഞ്ഞു പോകുന്ന അതവരെ കുറ്റം പറയല്ല. അങ്ങനെ പറഞ്ഞു പോകുന്ന പോയിന്റ്സ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആവും. ആ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചെടുക്കണം. അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ. അപ്പൊ അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ പോയിന്റ്സും ജസ്റ്റ് കേട്ട് പോകാതെ ഇതിനെപ്പറ്റി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ല നിങ്ങൾക്ക് വേണ്ടത്. ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നത് നിങ്ങളെ കൂടെ റിപ്പീറ്റ് ചെയ്ത് ഇത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാനാണ്. അപ്പൊ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? ഞാൻ ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി 1.25 കോടി മലയാളികൾ. എപ്പോഴും ചോദ്യം വരും. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പൊ 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാടിന്റെ. ഈ ചോദ്യം പ്രതീക്ഷിച്ചിട്ട് ചോദിക്കോ. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാടിന്റെ. ഏതാണ്? 1.25 കോടി മലയാളികൾ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരെന്ന് ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഇല്ല. പക്ഷെ കൂടുതൽ ചാൻസ് 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരാനുള്ളത് വിദ്യാഭ്യാസ മന്ത്രി അല്ലെ? ആദ്യത്തെ, അതായത് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. പിന്നെ ആദ്യ വനിതാ മന്ത്രി, ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരായിരുന്നു എന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. KR ഗൗരിയമ്മ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതാണെന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? റവന്യൂ, എക്സൈസ് എന്നീ വകുപ്പുകളാണ്. പഠിച്ചല്ലോ. അപ്പൊ പറയും കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, മറയുന്നുണ്ട് അല്ലെ? ഞാൻ ഇവിടെ നിൽക്കാം. അപ്പൊ നോക്കാതെ പറയാൻ ശ്രമിക്കട്ടോ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി, കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാണ്? അത് KR ഗൗരിയമ്മ. റവന്യൂ, എക്സൈസ് എന്നിവയാണ് കൈകാര്യം ചെയ്തത്. മൂന്നാമത് നമ്മൾ പഠിച്ചു വിദ്യാഭ്യാസം, സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസം നമ്മൾ പഠിക്കണം കേട്ടോ. വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി, ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു ഭക്ഷ്യം, വനം അല്ലെ? അത് നമ്മൾ ഈ കൊച്ചു ടി വി ഒക്കെ കാണുന്ന സമയത്ത് ഇതിൽ അധികം അമ്മമാരൊക്കെ ആവുമല്ലോ. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ കൊച്ചു ടി വി ഒക്കെ കാണുമ്പോൾ അതിലൊരു പരിപാടി ഉണ്ടായിരുന്നു, ജോർജ് ഓഫ് ദി ജംഗിൾ എന്ന് പറഞ്ഞിട്ട്. ജോർജ് ഓഫ് ദി ജംഗിൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ജോർജ് ഓഫ് ദി ജംഗിൾ വെച്ച് കണക്ട് ചെയ്യുക. അപ്പൊ ജോർജ് ഓഫ് ദി ജംഗിൾ എവിടെ? KC ജോർജ്, വനം എന്താണ്? ജംഗിൾ. ഓക്കെ, ജംഗിൾ, വനം കണക്ട് ചെയ്യുക. ജോർജ് ഓഫ് ദി ജംഗിൾ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് KC ജോർജ് ആണ്. KC ജോർജ്. ആ കൊച്ചു ടിവിത്തെ കാർട്ടൂൺ കണ്ടിട്ടില്ലെങ്കിൽ ഇനി അഥവാ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ചു നോക്കുക കേട്ടോ. എന്താണ് ജോർജ് ഓഫ് ദി ജംഗിൾ എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ കാണും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ പേര് ഇങ്ങനെ വരും, ജോർജ് ഓഫ് ദി ജംഗിൾ. ആ പേര് ഇങ്ങനെ മനസ്സിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതായത് ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് KC ജോർജ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഇത് ഓരോ വകുപ്പ് തന്നിട്ട് അതിന്റെ പുറത്ത് ചിലപ്പോൾ ബ്ലാങ്ക് ആക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നോക്കുക. ഇനി
നിയമം, വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്ത ആരാണ്? VR കൃഷ്ണയ്യർ. സിമ്പിൾ ആണ് കേട്ടോ. VR കൃഷ്ണയ്യരാണ് നിയമം, വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്തത്. അപ്പൊ പഠിച്ചതൊക്കെ ഒന്ന് നോക്കാം. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ കൃതി എപ്പോഴും അതിനോടൊപ്പം തന്നെ പറയാ 1.25 കോടി മലയാളികൾ. ആരുടെ കൃതിയാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു? ആദ്യത്തെ വനിതാ മന്ത്രി അല്ലെ, ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാണ്? KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ. ഏതൊക്കെയാണ്? റവന്യൂ, എക്സൈസ് എന്നിവയാണ് കൈകാര്യം ചെയ്തത്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? ഭക്ഷ്യം, വനം അല്ലെ, വനം, ജോർജ് ഓഫ് ദി ജംഗിൾ നമ്മൾ പഠിച്ചു. പിന്നെ വിദ്യാഭ്യാസം, സഹകരണം ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസം, സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി. ജോർജ് ഓഫ് ദി ജംഗിൾ ആലോചിച്ചാൽ എന്ത് കിട്ടും? ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് KC ജോർജ് ആണെന്ന് കിട്ടും. പിന്നെ നിയമം, വൈദ്യുതി, ഇതും സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിയമം, വൈദ്യുതി. വൈദ്യുതി ആലോചിച്ച് നോക്ക്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? എന്റെ കൃഷ്ണ എന്ന് പറയും അല്ലേ. അപ്പൊ എന്താണ്? VR കൃഷ്ണയ്യർ. ഓക്കെ, കിട്ടിയില്ലേ? അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്ന ആലോചിക്കുക? എന്റെ കൃഷ്ണ എന്ന് പറയും. എന്ത് പറയും? എന്റെ കൃഷ്ണ എന്ന് പറയും. അപ്പൊ VR കൃഷ്ണയ്യരാണ് ആദ്യത്തെ വൈദ്യുത മന്ത്രി. ഓക്കെ, ആദ്യ വൈദ്യുത മന്ത്രി ആരാണ്? VR കൃഷ്ണയ്യർ. എന്താണ് കറണ്ട് പോയി കഴിഞ്ഞാൽ പറയാം? ഈ കൃഷ്ണൻ വെച്ച് കണക്ട് ചെയ്യണേ. കറണ്ട് പോയി കഴിഞ്ഞാൽ അയ്യോ എന്റെ കൃഷ്ണ എന്ന് പറയും അല്ലേ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. പിന്നെ തദ്ദേശ സ്വയംഭരണം ആരാണ്? PK ചാത്തൻ മാസ്റ്റർ ആണ്. PK ചാത്തൻ മാസ്റ്റർ ആണ് തദ്ദേശ സ്വയംഭരണം. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. വൈദ്യുതി ആരാണ്? VR കൃഷ്ണയ്യർ. VR കൃഷ്ണയ്യർ. VR കൃഷ്ണയ്യർ. എന്ത് കണക്ട് ചെയ്യണം? വൈദ്യുതി. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ കൃഷ്ണ എന്ന് പറയുന്ന ആലോചിക്കുക. അപ്പൊ VR കൃഷ്ണയ്യർ. VR കൃഷ്ണയ്യർ. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. ഓക്കെ, തദ്ദേശ സ്വയംഭരണം. ഓക്കെ, അപ്പൊ ഈ സ്വയംഭരണം, തദ്ദേശ സ്വയംഭരണം പറഞ്ഞാൽ എന്താ നമുക്കറിയാം. അതിൽ ഈ സ്വയം ഭരണം എന്നുള്ളത് കണക്ട് ആക്കുക. സ്വയം ഭരണം എന്നുള്ള വാക്ക് കണക്ട് ആക്കിയ ഈ ചാത്തനെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ചാത്തൻ എന്ന് പറഞ്ഞാൽ ആരും പറയുന്നൊന്നും കേൾക്കില്ല. അദ്ദേഹത്തിന്റെ അതായത് ഒരു സ്വയം ഭരണമാണ്. ഓക്കെ, അപ്പൊ ചാത്തൻ, അത് വെച്ച് ആ പേര് വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ. നമ്മൾ ചാത്തൻ എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ചാത്തൻ. ഓക്കെ, ചാത്തൻ മാസ്റ്ററിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വയം ഭരണം. ചാത്തൻ എന്താണ്? സ്വയം ഭരണമാണ്. ആരുടെയും ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാത്ത ഒരാളാണ് ചാത്തൻ. ഓക്കെ, അപ്പൊ ചാത്തന് തന്റേതായ രീതിയിലുള്ള ഓരോ ഭരണങ്ങളൊക്കെയാണ്. അപ്പൊ ചാത്തൻ സ്വയം ഭരണം. ഓക്കെ, അപ്പൊ തദ്ദേശ സ്വയംഭരണം ചോദിച്ചാൽ PK ചാത്തൻ മാസ്റ്റർ ആണ്. ഇനി തൊഴിൽ ഗതാഗതം. തൊഴിൽ ഗതാഗതം ആരാണ്? TV തോമസ് ആണ്. തൊഴിൽ ഗതാഗതം TV തോമസ്. തൊഴിൽ ഗതാഗതം TV തോമസ്. തൊഴിൽ ഗതാഗതം TV തോമസ്. തൊഴിൽ ഗതാഗതം TV തോമസ്. അപ്പൊ ഈ തൊഴിലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കിട്ടുക? TV-യിൽ നിന്നാണ് അല്ലേ കിട്ടുക. തൊഴിൽ ഗതാഗതം അങ്ങനത്തെ കൂടുതൽ വിവരങ്ങളൊക്കെ, തൊഴിലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ്? TV-യിൽ നിന്നാണ് കിട്ടുക എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? TV തോമസ്. ഓക്കെ, TV തോമസ്. തൊഴിൽ ഗതാഗതം കൈകാര്യം ചെയ്തത് TV തോമസ്. ആരാണ്? വിദ്യാഭ്യാസം ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ, എക്സൈസ് KR ഗൗരിയമ്മ. ഭക്ഷ്യം, വനം ജോർജ് ഓഫ് ദി ജംഗിൾ അല്ലേ. അപ്പൊ KC ജോർജ് ആണ്. പിന്നെ ഏത് പഠിച്ചു? തദ്ദേശ സ്വയംഭരണം ആരാണ്? ചാത്തൻ അല്ലേ. അപ്പൊ PK ചാത്തൻ മാസ്റ്റർ. എല്ലാം കിട്ടുന്നുണ്ടല്ലോ, സിമ്പിൾ അല്ലേ. അപ്പൊ തൊഴിൽ ഗതാഗതം TV തോമസ്. പിന്നെ വൈദ്യുതി ആണെങ്കിലോ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ കൃഷ്ണ എന്ന് പറയും അല്ലേ. അപ്പൊ കറണ്ട് പോയാ എന്റെ കൃഷ്ണ. അപ്പൊ വ്യവസായം KP ഗോപാലൻ. വ്യവസായം ആരാണ്? KP ഗോപാലൻ. KP ഗോപാലനാണ് വ്യവസായം കൈകാര്യം ചെയ്തത്. വ്യവസായം KP ഗോപാലൻ. വ്യവസായം KP ഗോപാലൻ. വ്യവസായം KP ഗോപാലൻ. വ്യവസായം KP ഗോപാലൻ. ധനകാര്യം ആരാണ്? C അച്യുത മേനോനാണ്. C അച്യുത മേനോനാണ് ധനകാര്യം. നമ്മുടെ അച്യുതണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ അച്യുതണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ധനമാണ് അല്ലെ. അച്യുതണ്ട് ധനം. അച്യുത മേനോന്റെ അച്യുതണ്ട് ധനം. അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ ആരോഗ്യം ഡോക്ടർ AR മേനോനാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോക്ടറെ കാണണം. ഓക്കെ, ആരോഗ്യത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ആരെ കാണണം? ഡോക്ടറെ കാണണം. അപ്പൊ ഇവിടെ ഡോക്ടർ വെച്ചിട്ട് നമ്മൾ വേറെ ആരെയും പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഡോക്ടർ AR മേനോനെ കണക്ട് ചെയ്യുക. ഡോക്ടർ AR മേനോൻ. ഡോക്ടർ AR മേനോനാണ് ആരോഗ്യം കൈകാര്യം ചെയ്തിരുന്നത്. ഇനി പൊതുമരാമത്ത് ആരാണ്? TA മജീദ് ആണ്. പൊതുമരാമത്ത് TA മജീദ്. ഇതിൽ ഒരുവിധമൊക്കെ നമ്മൾ കോഴ്സ് ഉപയോഗിച്ചിട്ടും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ പഠിച്ചു. പഠിക്കാത്ത സാധനങ്ങൾ നമുക്കൊന്ന് എടുത്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. മുഖ്യമന്ത്രി അറിയാം EMS ആണ്. റവന്യൂ, എക്സൈസ് അറിയാം KR ഗൗരിയമ്മയാണ്. വിദ്യാഭ്യാസം, സഹകരണം അറിയാം ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഭക്ഷ്യം, വനം നമ്മൾ കോഡിലൂടെ പഠിച്ചു. ജോർജ് ഓഫ് ദി ജംഗിൾ വെച്ച് കണക്ട് ചെയ്യുക. KC ജോർജ് ആണ്. നിയമം, വൈദ്യുതി ഇല്ലേ. കറണ്ട് പോയ എന്റെ കൃഷ്ണ. അപ്പൊ VR കൃഷ്ണയ്യരാണ്. സ്വയം ഭരണം, തദ്ദേശ സ്വയം ഭരണം ചാത്തൻ. അതും കണക്ട് ചെയ്യുക. തൊഴിൽ ഗതാഗതം എവിടെയാണ് നമ്മൾ കാണുക? TV-യിലാണ് നമ്മൾ കാണുക. അപ്പൊ അതും കിട്ടും. പിന്നെ വ്യവസായം, ധനകാര്യം, ആരോഗ്യം നമ്മൾ കണക്ട് ചെയ്തു. പൊതുമരാമത്ത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇനി കിട്ടാത്ത സാധനങ്ങൾ ഞാൻ റൗണ്ട് ചെയ്ത് വെക്കാം. ഒന്ന് വ്യവസായം,
ധനകാര്യം നമ്മൾ അച്യുതണ്ട് വെച്ച് കണക്ട് ചെയ്തില്ല. ധനം എന്നുള്ളത് നമ്മുടെ അച്യുതണ്ടാണ്. അപ്പൊ അച്യുത മേനോൻ നമ്മൾ കണക്ട് ചെയ്തു. എന്താണ്? സി അച്യുത മേനോനാണ് ധനകാര്യം കൈകാര്യം ചെയ്തത്. പിന്നെ ആരോഗ്യം നമ്മൾ പഠിച്ചു. ആരോഗ്യമാണെങ്കിൽ ആരോഗ്യമായി ബന്ധപ്പെട്ട ഡോക്ടറാണ് അല്ലെ, ഡോക്ടർ വെച്ച് കണക്ട് ചെയ്ത ഡോക്ടർ AR മേനോനാണെന്നും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി പൊതുമരാമത്ത് TA മജീദ്. ഈ രണ്ടെണ്ണാണ് ഇനി ഓർമ്മയിൽ നിൽക്കേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സെറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. റവന്യൂ എക്സൈസ് കൈകാര്യം ചെയ്തത് ആരാണ്? റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ. റവന്യൂ എക്സൈസ് ആരാണ്? KR ഗൗരിയമ്മ. റവന്യൂ എക്സൈസ് ആരാണ്? KR ഗൗരിയമ്മ. ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതയാണ് KR ഗൗരിയമ്മ. പിന്നെ വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. ഭക്ഷ്യം വനം ആരാണ്? KC ജോർജ് ആണ്. ജോർജ് ഓഫ് ദി ജംഗിൾ ആണ്. പിന്നെ ആരോഗ്യം ചോദിച്ചാൽ നമുക്കറിയാം ഡോക്ടർ AR മേനോൻ. ഡോക്ടർ വെച്ച് കണക്ട് ചെയ്യുക. ഡോക്ടർ AR മേനോൻ ആണ് ആരോഗ്യം. പിന്നെ തദ്ദേശ സ്വയംഭരണം ചാത്തൻ. ഓക്കെ, അപ്പൊ തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. പിന്നെ ആരാണ് വിട്ടുകളഞ്ഞത്? പിന്നെ നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. എന്റെ കൃഷ്ണ, കറണ്ട് പോയി കഴിഞ്ഞാൽ അയ്യോ എന്റെ കൃഷ്ണ എന്ന് പറയും ഇല്ലേ, അപ്പൊ VR കൃഷ്ണയ്യർ. പിന്നെ ചാത്തൻ മാസ്റ്റർ പറഞ്ഞു. പിന്നെ തൊഴിൽ ഗതാഗതം എവിടെ കാണും? TV-യിൽ കാണും. തൊഴിലിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ TV-യിൽ കാണും. അപ്പൊ തൊഴിൽ ഗതാഗതം TV തോമസ്. വ്യവസായം അത് നമ്മൾ പഠിക്കണം. വ്യവസായവും പഠിക്കണം, പൊതുമരാമത്തും പഠിക്കണം. ബാക്കിയൊക്കെ കിട്ടി. ധനകാര്യം, ധനമാണ് നമ്മുടെ അച്യുതണ്ട്. അപ്പോൾ സി അച്യുത മേനോനാണ്. പിന്നെ ഇത് പഠിച്ചു. ആരോഗ്യം നമ്മൾ പഠിച്ചു. എന്താണ്? ഡോക്ടർ AR മേനോൻ. പിന്നെ ഈ രണ്ടെണ്ണം. ഒന്ന് വ്യവസായമാരാണ്? KP ഗോപാലൻ. നിങ്ങൾ ക്രൈസി ഗോപാലൻ സിനിമ വെച്ചിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യുക. അതിലവൻ കള്ളനാണ്. ആ കള്ളനെ വെച്ചിട്ടല്ല, അതിലിങ്ങനെ വ്യവസായക്കായി ബന്ധപ്പെട്ടതാണ്. അതായത് അതിലെ വില്ലനൊക്കെ, വില്ലന്റെ പേരറിയില്ല. അപ്പോൾ എന്താണ് അത്? വ്യവസായവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് കണക്ട് ചെയ്യുക. ഓക്കെ, വ്യവസായം. അപ്പൊ വ്യവസായം KP ഗോപാലൻ. ക്രൈസി ഗോപാലിനെ വെച്ച് കണക്ട് ചെയ്യുക. വ്യവസായം കണ്ട ക്രൈസി ഗോപാലിനെ കണക്ട് ചെയ്തോ, വ്യവസായം. പിന്നെ പൊതുമരാമത്താണ് TA മജീദ്. പൊതുമരാമത്ത് ആരാണ്? TA മജീദ്. പൊതുമരാമത്ത് TA മജീദ്. ബാക്കിയൊക്കെ കിട്ടിയല്ലോ. ഇപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി EMS ആണ്. ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. റവന്യൂ എക്സൈസ് കൈകാര്യം ചെയ്തത് KR ഗൗരിയമ്മയാണ്. ആരോഗ്യം ഡോക്ടർ AR മേനോനാണ്. ധനകാര്യം സി അച്യുത മേനോനാണ്. വൈദ്യുതി എന്റെ കൃഷ്ണ VR കൃഷ്ണയ്യരാണ്. പിന്നെ ഏതാണ്? വനം ഭക്ഷ്യം അല്ലെ, ഭക്ഷ്യം വനം കൈകാര്യം ചെയ്തത് KC ജോർജ് ആണ്. പിന്നെ TV എന്താണ്? TV തൊഴിൽ ഗതാഗതം TV തോമസ് ആണ്. പിന്നെ വ്യവസായം KP ഗോപാലനാണ്. KP ഗോപാലൻ. വ്യവസായം ഗോപാലൻ കിട്ടുമല്ലോ. പിന്നെ പൊതുമരാമത്താണ് TA മജീദ്. ബാക്കിയൊക്കെ ഏകദേശം ഇപ്പൊ പറഞ്ഞു ഇല്ലേ? ധനകാര്യം പറഞ്ഞു, നിയമം വൈദ്യുതി പറഞ്ഞു, ഭക്ഷ്യം വനം, വിദ്യാഭ്യാസ സഹകരണം, തൊഴിൽ ഗതാഗതം. ഓക്കെ, എല്ലാം പറഞ്ഞു. അപ്പൊ എല്ലാം പഠിച്ചു പോയല്ലോ. ഇനി ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയൂ. ഇവിടെ തന്നെ പറഞ്ഞു പോയിക്കോ. തൊഴിൽ ഗതാഗതം ആരാണ്? തൊഴിൽ ഗതാഗതം ആരാണ്? TV തോമസ് ആണ്. ഇനി അതിലേക്ക് നോക്കല്ലോ കേട്ടോ. തൊഴിൽ ഗതാഗതം ആരാണ്? TV തോമസ്. തൊഴിൽ ഗതാഗതം TV തോമസ്. ഭക്ഷ്യം വനം കേട്ട എന്ത് കണക്ട് ചെയ്യണം? ജോർജ് ഓഫ് ദി ജംഗിൾ കണക്ട് ചെയ്യണം. അപ്പൊ ആരാണ്? KC ജോർജ് ആണ്. ജോർജ് ഓഫ് ദി ജംഗിൾ. ഭക്ഷ്യം വനം KC ജോർജ് ആണ്. പിന്നെ വിദ്യാഭ്യാസം സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് അല്ലെ, ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം സഹകരണം. പിന്നെ ആദ്യത്തെ വനിതാ മന്ത്രി, ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാണ്? KR ഗൗരിയമ്മ. ഏതൊക്കെയാണ് കൈകാര്യം ചെയ്തത്? റവന്യൂ എക്സൈസ്. പിന്നെ നിയമം വൈദ്യുതി ആലോചിച്ചാൽ കിട്ടും. കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറയും? അയ്യോ എന്റെ കൃഷ്ണ എന്ന് പറയും അല്ലേ. അപ്പൊ VR കൃഷ്ണയ്യരാണ്. പിന്നെ TV തൊഴിൽ ഗതാഗതം നമുക്ക് കിട്ടും. തൊഴിൽ ഗതാഗതം എന്തിനെ പറ്റി? TV-യിലാണ് നമ്മൾ കാണുക. അപ്പോൾ തൊഴിലിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ TV-യിൽ അറിയും. അപ്പൊ TV തോമസ് ആണ്. പിന്നെ ഏതാണ്? ആരോഗ്യം കണക്ട് ചെയ്താൽ എന്ത് നോക്കണം? ഡോക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിൽ അവിടെ ഡോക്ടർ ഉണ്ടോ നോക്കാം. ബാക്കി മന്ത്രിമാരെയാണ് അവിടെ ഓപ്ഷനിൽ കൊടുക്കുക. അപ്പൊ അവിടെ ഡോക്ടർ ഉള്ളത് ആരാണോ അതാണ് ഡോക്ടർ AR മേനോനാണ്. ഡോക്ടർ AR മേനോൻ. പിന്നെ പൊതുമരാമത്ത് TA മജീദാണ്. ആരാണ്? പൊതുമരാമത്ത് TA മജീദാണ്. വ്യവസായം KP ഗോപാലൻ. ഏകദേശം എല്ലാം കണക്കായല്ലോ. പിന്നെ തദ്ദേശ സ്വയംഭരണം ആരാണ്? PK ചാത്തൻ മാസ്റ്ററാണ്. ചോദ്യം വരാറുണ്ട് കേട്ടോ. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്ററാണ്. ഏതെങ്കിലും വിട്ട് കളഞ്ഞോ? ഇല്ലല്ലോ. തൊഴിൽ ഗതാഗതം, വ്യവസായം പറഞ്ഞു. ധനകാര്യം അറിയാം, നമ്മുടെ അച്യുതണ്ട്. ധനം അല്ലെ, ധനം അച്യുതണ്ട്. അപ്പൊ ധനകാര്യം സി അച്യുത മേനോനാണ്. പിന്നെ TA മജീദ് എല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ പഠിച്ചല്ലോ. അപ്പൊ ആദ്യത്തെ മന്ത്രിസഭ നിങ്ങൾക്ക് സെറ്റായി. അടുത്തത് നോക്കാം. എപ്പോഴും ചോദ്യം വരുന്ന വേറൊരു ഭാഗമാണ് പ്രൊജക്ട് എലിഫന്റ്. ഓക്കെ, 1992 പ്രൊജക്ട് എലിഫന്റ്. ഓക്കെ, പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം 1992. എപ്പോഴാണ് പ്രൊജക്ട് എലിഫന്റ്? 1992. പ്രൊജക്ട് എലിഫന്റ് 1992. ഇവിടെ തന്നെ പഠിച്ചിട്ട് പോയിക്കോ. പ്രൊജക്ട് എലിഫന്റ് 1992. എപ്പോഴാണ് പ്രൊജക്ട് എലിഫന്റ്? 1992.
ആനകളുടെ ആവാസ വ്യവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാണാണ്ട് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് മനസ്സിലാക്കി നമുക്ക് കിട്ടും. ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത്. ആകുമല്ലോ അല്ലെ? ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഓക്കെ, ഇനി പ്രധാന ലക്ഷ്യങ്ങൾ നോക്കാം. ദീർഘകാലയളവിൽ ആനകൾക്ക് അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സംരക്ഷണവും അതിജീവനവും ഉറപ്പുവരുത്തുക, പ്രധാന ലക്ഷ്യം. ഓക്കെ, ലക്ഷ്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആനകളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുക, അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുക, നമ്മൾ ഇവിടെ വായിച്ച കാര്യം. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ മനുഷ്യ മൃഗ സംഘർഷത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, പിന്നെ ബന്ദികളാക്കിയ ആനകളുടെ ക്ഷേമം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഓക്കെ, ലക്ഷ്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി ബാക്കി പോയിന്റ്സ് നോക്കാം. പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുടെ എണ്ണം. എത്ര സംസ്ഥാനങ്ങളിലാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കിയത്? ഞാൻ ഇവിടെ തന്നെ വർഷം എഴുതി വെക്കാം. 1992 പ്രൊജക്ട് എലിഫന്റ് പദ്ധതി. എന്തിനെ പറ്റി പഠിക്കുമ്പോഴും ഇത് അതിന്റെ ഇടയിൽ പഠിച്ചോ, ഈ വർഷം എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പൊ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി 1992 പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 16 16 സംസ്ഥാനങ്ങളിലാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ആകെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ എത്രയാണ്? 33. ഓക്കെ, പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കിയത് 16 സംസ്ഥാനങ്ങളിലാണ്. 16 സംസ്ഥാനങ്ങളിലാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ എത്രയൊക്കെയാണ്? 33. 33 ആന സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതെന്ന് ചോദിച്ചാലും കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ആനയാണ് കേട്ടോ. ആനയുടെ ശാസ്ത്രീയ നാമം ചോദിക്കും, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എങ്ങനെ പഠിക്കുക? ആനക്ക് നമ്മൾ എന്ത് പറയും? എലിഫന്റ് എന്ന് പറയും. അപ്പൊ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഓക്കെ, അപ്പൊ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കിയത് 16 സംസ്ഥാനങ്ങളിലാണ്. പിന്നെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ എത്ര എണ്ണാണുള്ളത്? 33 എണ്ണാണ്. എപ്പോഴാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി? 1992 നടപ്പിലാക്കിയത്. ഓക്കെ, ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത് എപ്പോഴാണ്? 2010 ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത്. എപ്പോഴാണ്? 2010 നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത് 2010. ഓക്കെ, 2010 ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത്. പിന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മുദ്ര ഏത് എന്നൊക്കെ ചോദ്യം വന്നാലും ആനയാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കാം. നമ്മൾ പഠിച്ചതല്ലേ ഭരണഘടനാ നിർമ്മാണ സമിതി. എത്ര അംഗങ്ങളുണ്ടായിരുന്നു? ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം 299 അങ്ങനെ ഓരോന്നും പഠിച്ചതാണ്. എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 17 വനിതകൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം 15 വനിതകളായി. മലയാളികളുടെ എണ്ണം എത്രയാണ്? 17 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ 3 മലയാളി വനിതകളാണ്. ഏതൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കിൻ. ഇതൊക്കെ പഠിച്ചതാണ്. എല്ലാം ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്? പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ എത്ര എണ്ണം? നിങ്ങൾ പറഞ്ഞു 16 എണ്ണാണ്. ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 33. നമ്മുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. പിന്നെ ആനയുടെ ശാസ്ത്രീയ നാമം ഇവിടെ അല്ല. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ചത് 2010. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ 1992 പ്രൊജക്ട് എലിഫന്റ് പദ്ധതി. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് പ്രൊജക്ട് എലിഫന്റ് വഴി രാജ്യത്തെ പ്രധാന ആന റേഞ്ചുള്ള സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നത്. ഓക്കെ, ഇങ്ങനെ ചോദ്യം വരും. പ്രൊജക്ട് എലിഫന്റ് പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നത് ആരാന്ന് ചോദിച്ചത് എത്രയേ ഉള്ളൂ? ഉത്തരം പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. ഓക്കെ, അത്രേ ഉള്ളൂ. ചോദ്യം അത്രേ ഉള്ളൂ, ഉത്തരം അത്രേ ഉള്ളൂ. ഇത്രയും വലുപ്പമൊന്നും നോക്കണ്ട. സംഭവം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നത്. അത്രമാത്രം ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ആരാണ് നൽകുന്നത്? പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. അത്രയും ക്ലിയർ അല്ലേ? അപ്പൊ എപ്പോഴാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി? 1992. എത്ര സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കിയത്? 16 സംസ്ഥാനങ്ങളിലാണ്. ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 33. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ആനയായി പ്രഖ്യാപിച്ചത് 2010. അത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ്. അത്രയും കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി റെഡി ആയല്ലോ. എപ്പോഴും ചോദ്യം വരുന്നതാണ്. ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോയിക്കോ. 1992 ആ വർഷം പഠിച്ചിട്ട് പോയിക്കോ.
ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങൾ. വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് 1973 ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ പദ്ധതി. ഒരു കാര്യം കണക്ട് ചെയ്യാൻ പറഞ്ഞുതരാം. 1972 കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ചത് അല്ലെ. നമുക്കറിയാലോ 1972 73 പ്രൊജക്ട് ടൈഗർ പദ്ധതി. രണ്ടും ഒപ്പം കണക്ട് ചെയ്ത് വെക്കാലോ. ഈ കടുവക്ക് മുമ്പ് ആരായിരുന്നു? കടുവക്ക് മുമ്പ് സിംഹമാണ് അല്ലെ. 1972 മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു എന്ന് ചോദ്യം വന്ന അതേതാണ്? സിംഹമാണ് അല്ലെ. സിംഹമാണ്. ഓക്കെ. അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് 1973 പ്രൊജക്ട് ടൈഗർ പദ്ധതി. വർഷം പഠിച്ചോ? ഓക്കെ. ഇന്ത്യയുടെ ദേശീയ മൃഗമായി റോയൽ ബംഗാൾ കടുവയെ അംഗീകരിച്ചത് 1972 72 ദേശീയ മൃഗമായി 73 ടൈഗർ പദ്ധതി തുടങ്ങി. പ്രൊജക്ട് ടൈഗർ പദ്ധതി. ഓക്കെ. ഇനി 1973 74 കാലഘട്ടത്തിൽ ഇന്ത്യ ഇതിന്റെ അടിസ്ഥാനത്തിൽ 9 കടുവാ സങ്കേതങ്ങളിലാണ് ആരംഭിച്ചത്. 9 കടുവാ സങ്കേതങ്ങളാണ് ആരംഭിച്ചത്. ഓക്കെ. 1973 74 കാലഘട്ടത്തിൽ ഇന്ത്യ ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്ര കടുവാ സങ്കേതങ്ങൾ ആരംഭിച്ചു? 9 എണ്ണം. ഓക്കെ. 73 74 കാലഘട്ടങ്ങളിൽ 9 കടുവാ സങ്കേതങ്ങൾ ആരംഭിച്ചു. എപ്പോഴാണ് പ്രൊജക്ട് ടൈഗർ പദ്ധതി? 1973 കടുവയെ ദേശീയ മൃഗമാക്കിയത് 1972 ഇന്ത്യയിലെ കടുവാ സങ്കേതങ്ങളുടെ നിയന്ത്രണം നാഷണൽ ടൈഗർ കൺസർവേഷൻ ആണ്. ഓക്കെ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്കാണ്. ഓക്കെ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്കാണ്. ഓക്കെ. ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങളുടെ നിയന്ത്രണം ആർക്കാണ്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്കാണ്. ഓക്കെ. അപ്പൊ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്കാണ് ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങളുടെ നിയന്ത്രണം. ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങളുടെ നിയന്ത്രണം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്കാണ്. ഓക്കെ. അടുത്ത നോക്കാം. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി. ആരാണ്? കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ. ആരാണ്? കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ ഏതാണ്? പഗ്മാർക്കാണ് കേട്ടോ. ഏതാണ്? പഗ്മാർക്കാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ. ഇത് പഠിച്ചു വെച്ചോ, പഗ്മാർക്ക്. ഓക്കെ. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ ചോദിച്ചാൽ ഏതാണ്? പഗ്മാർക്കാണ്. ഏതാണ്? പഗ്മാർക്കാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ പഗ്മാർക്കാണ്. ഏതാണ്? പഗ്മാർക്കാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി. ആരാണ്? കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ ആരംഭിച്ചത് എവിടെയാണ്? ഡെറാഡൂണിലാണ് കേട്ടോ. എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ ആരംഭിച്ചത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ഇത് പഠിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ഏതാണ്? നാഗാർജുന സാഗർ ശ്രീശൈലം. നാഗാർജുന സാഗർ ശ്രീശൈലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്? നാഗാർജുന സാഗർ ശ്രീശൈലം. ഓക്കെ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ചോദിച്ചാൽ നാഗാർജുന സാഗർ ശ്രീശൈലം. ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഏതാണ്? ബോർ ടൈഗർ റിസർവ് ആണ്. ബോർ ടൈഗർ റിസർവ് ആണ് ഏറ്റവും ചെറുത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് അല്ലെ. മഹാരാഷ്ട്രയിലാണ്. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? നാഗാർജുന സാഗർ ശ്രീശൈലം. എവിടേക്കാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഏറ്റവും ചെറുത് ചോദിച്ചാൽ ബോർ ടൈഗർ റിസർവ് ആണ്. മഹാരാഷ്ട്രയിലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം എപ്പോഴാണ് കടുവയെ അംഗീകരിച്ചത്? ഞാൻ പറഞ്ഞു 1972 കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ചത്. 1973 പ്രൊജക്ട് ടൈഗർ പദ്ധതി. 2 വർഷവും കണക്റ്റഡ് അല്ലേ? സെറ്റ് ആണ്. ഓക്കെ. അപ്പൊ 72 കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ചത്. എപ്പോഴാണ്? 1972 കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ചത്. അന്താരാഷ്ട്ര കടുവാ ദിനം ഇമ്പോർട്ടന്റ് ആണ്. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം. നമ്മുടെ ന്യൂഎസ്സിആർടിയിലൊക്കെ ഉണ്ട് തോന്നുന്നു ഈ പോയിന്റ്. ഓക്കെ. അപ്പൊ ന്യൂഎസ്സിആർടിയിൽ ഉള്ളത് കൊണ്ടും അല്ലാതെയും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാന്ന് ചോദിച്ചാൽ ജൂലൈ 29. എപ്പോഴാണ്? ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം. ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്.
കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം മധ്യപ്രദേശാണ്. കടുവ ദിനം എന്നാണ് ജൂലൈ 29. കടുവ ദിനം എന്നാണ് ജൂലൈ 29 ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത് 72 പ്രൊജക്ട് ടൈഗർ പദ്ധതി 1973 ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ എന്തൊക്കെ പഠിച്ചു? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം ഏതാന്ന് വെച്ചാൽ നാഗാർജുന സാഗർ ശ്രീശൈലമാണ്. ഏറ്റവും ചെറുത് ഏതാന്ന് വെച്ചാൽ ബോർ ടൈഗർ റിസർവ് ആണ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്, എന്നാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇന്ന് പഠിച്ച അത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയാലോ? ആദ്യത്തെ മന്ത്രിസഭ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു ചോദ്യം അവിടെ നിന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ, ഏതൊക്കെ രീതിയിൽ ചോദ്യം വരുന്നു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു പോവാ. എപ്പോഴും പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെക്കുക. ജസ്റ്റ് ഞാൻ എപ്പോഴും പഠിച്ചിട്ടുണ്ട് എന്നത് മനസ്സിനെ ബോധിപ്പിച്ചാൽ പോരാ. പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആണ്, ആ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നാലും എനിക്ക് ആൻസർ ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം മനസ്സിന് കൊടുക്കണം. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം, നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ കോൺഫിഡൻസ് വരണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യണം. നിങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രയും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. അപ്പൊ അത്രയും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കുക. ഓക്കെ, പിന്നെ റിപ്പീറ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ തലയിൽ നിൽക്കുന്നുണ്ടാവില്ല, അതിനെ റിപ്പീറ്റ് ചെയ്ത് ഉള്ളിൽ കയറ്റുക. ഒരുപാട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മനസ്സിന് മനസ്സിലാവും ഈ സാധനം നമ്മുടെ മൈൻഡിന് അറിയും ഇത് നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു സാധനമാണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജനഗണമന എപ്പോഴെങ്കിലും കാണാതെ പഠിച്ചിട്ടുണ്ടോ? ജനഗണമന ഇത് കാണുന്ന ഭൂരിഭാഗം ആളുകളും ഈ ജനഗണമന കാണാതെ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ സ്കൂളിൽ കേട്ട് അത് നമ്മുടെ വായിൽ വന്നതാണ്. അപ്പൊ നമ്മുടെ മൈൻഡിന് അറിയും ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മൈൻഡ് തന്നെ പഠിച്ചോളൂ. അപ്പൊ അതിന് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെക്കുക. പഠിച്ചു എന്നത് ജസ്റ്റ് ഞാൻ എപ്പോഴും ഇത് പഠിച്ചിട്ടുണ്ട് അതല്ല വേണ്ടത്. പഠിച്ച കാര്യം എനിക്ക് പെർഫെക്റ്റ് ആണ്, എനിക്ക് എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും ഇത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പ് വേണം. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. റാങ്ക് ലിസ്റ്റിൽ തീർച്ചയായും വരാൻ സാധിക്കട്ടെ. ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കാണുന്ന നല്ല രീതിയിൽ ആത്മാർത്ഥതയിൽ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാവട്ടെ, നല്ല സന്തോഷം വരട്ടെ. എന്തായാലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ നല്ല സമാധാനത്തോടു കൂടെ നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ പഠിക്കുക. ഓരോ കൊണ്ടാവേണ്ടി എടുത്ത് തലയിൽ വെച്ചിട്ട് ഇരുന്ന് പഠിക്കാൻ നിൽക്കരുത്, അതിനെയും ഇതിനെയും പറ്റി ചിന്തിക്കാൻ നിൽക്കരുത്. പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കുന്നതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം. എന്നാലും ഇതിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കായിട്ടാണ്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതായത് പലരും ദീപം കൊളുത്തുന്നുണ്ട്, അല്ലാതെ നമസ്കരിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു മെഡിറ്റേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഒറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്, അത് തന്നെയാണ് മെഡിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിനൊരു കൊടുക്കുന്ന ആ പ്രാർത്ഥിക്കുന്ന സമയമാണെങ്കിലും നല്ല സമാധാനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. പൊരിയാതെ നല്ല രീതിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു മെഡിറ്റേഷൻ നടക്കും. അപ്പോൾ നല്ല സമാധാനത്തിൽ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. എപ്പോഴും നല്ല സമാധാനത്തിൽ ഇരുന്ന് പഠിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടുകളെ. ഈ പഠിക്കുന്ന സമയത്ത് ബാക്കി ഒന്നിനെ പറ്റിയും ചിന്ത വേണ്ട. ബാക്കിയുള്ള ഈ നെഗറ്റീവുകളൊക്കെ ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച് നിങ്ങൾക്ക് ഇതിലൊരു റിസൾട്ട് ഉണ്ടാവണം. അപ്പോൾ ഈ നെഗറ്റീവുകളെ പറ്റി തന്നെ ചിന്തിച്ച് ഈ പഠനം കൂടെ കൊളാക്കാൻ നിൽക്കരുത്. പഠിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക. റാങ്ക് ലിസ്റ്റിൽ എന്തായാലും വരിക. ഓക്കെ, എന്തായാലും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവും. അപ്പോയിൻമെന്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. ഈ ജോലി ഞാൻ നേടും എന്ന വിശ്വാസം വേണം. ഞാൻ നേടും എന്ന പ്രതീക്ഷയല്ല, ഒരു വിശ്വാസമാണ്, ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഉറപ്പിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തീർച്ചയായും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.